തട്ടം നിനക്കൊരു വീക്ക്നെസ് അല്ലേ? അവൾ ആ തട്ടങ്ങട് ഇട്ട് കഴിഞ്ഞാൽ സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. ആ തട്ടത്തിനുള്ളിലുള്ള അവളുടെ മുഖം സാറേ. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. വിനോദ്, എന്റെ പേരെനക്ക് അങ്ങനെ അറിയാം. നമ്മന്റെ സൽമ പറഞ്ഞറിയാ. ആ സൽമ ഹൈ മുസ്തഫാന്റെ വൈഫില്ലേ, അറിയാം. ഫ്രണ്ടിന്റെ സിസ്റ്റർ. അറിയാടി. അവരുടെ കല്യാണത്തിനല്ലേ ഇയാൾ എന്നെ അടിച്ചോട്ട് പോയത്? എല്ലാം പറഞ്ഞിട്ട് പിന്നെ വെഡിങ് ആൽബത്തിൽ എന്നെ കാണിച്ചെല്ലാം ചെയ്ത്. അവളൊരു സംഭവടി. ഐ എം സോറി എന്ന് മാത്രം എഴുതി വെച്ചിട്ട് പോയ ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച. ഇത് ബൈ എന്റെ ബർത്ത്ഡേ എങ്ങനെ അറിയാ? എന്റെ ബർത്ത്ഡേ അറിയാനാണോ പാട്? ഞാൻ ഒരു സംഭവം അത് അറിയൂ, അതെനക്കറിയൂ. എന്ത് വിചാരിച്ച എന്നെ കുറിച്ച്? ഡക ഡക ഐഷ, എനിക്കൊന്ന് സംസാരിക്കണം. നമുക്ക് ഇവിടെ നിന്ന് മാറിക്കാം. പോവാന്ന് വരും. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാനും ആയിഷയോടൊപ്പം എല്ലാം ഇങ്ങനെ നടന്നു. തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം കാറ്റുണ്ട്. അതവളുടെ തലയിലും മുഖത്തൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് പോവുക. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോൾ പെണ്ണിന്റെ മുഞ്ച് കുറഞ്ഞു വന്നു. അത് നല്ല വെളിച്ചുള്ള ലൈറ്റ് ആയതുകൊണ്ടാ. വെളിച്ചുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണോ മോളെ കുറഞ്ഞു വരും? എന്ത് പറയും? അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിച്ചു, മറ്റൊരാൾക്ക് ഈ പെണ്ണിനെ ഞാൻ വിട്ടു കൊടുക്കും. കാരണം ഇവളെ എനിക്ക് വേണ്ട, ഈ ഉമ്മച്ചിക്കുട്ടി എനിക്ക് ആവശ്യമില്ല. അല്ല, എനക്കെന്ത് പറയാണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ലല്ലോ വിനോദ്. ഇനി എനക്കൊന്നും പറയാനില്ല, എനിക്ക് മതിയായി. അപ്പച്ചി പോട്ടാ. ഓക്കെട്ടാ, ബൈ ബൈട്ടാ, സീ യൂട്ടാ. പക്ഷെ ബിരിയാണി കഴിക്കാൻ വരെ വരാട്ടാ, ഈ റെഡിയാക്കി വെച്ചോട്ടാ.